തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ഈസ്റ്റ് ഉപജില്ല 924 പോയിന്റുമായി ഓവറോൾ ചാമ്പ്യന്മാരായി. 296 പോയിന്റുമായി ഇരിങ്ങാലക്കുട ഉപജില്ല രണ്ടാം സ്ഥാനത്ത്. വഞ്ചിപ്പാട്ട് വിധി നിർണയത്തെ ചൊല്ലി മത്സരാർത്ഥികൾ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് ഉപരോധിച്ചു. ഹൈക്കോടതി നിർദ്ദേശിച്ച ആന എഴുന്നള്ളിപ്പ് മാനദണ്ഡങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി വിവിധ ക്ഷേത്രങ്ങളും ഉത്സവ കമ്മിറ്റികളും. ആറാട്ടുപുഴയിൽ പ്രതീകാത്മക പൂരം നടത്തി ക്ഷേത്ര ഉപദേശക സമിതിയുടെ പ്രതിഷേധം. ഉത്രാളിക്കാവ് പൂരം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടന്നു. തൃശൂരിൽ ഞായറാഴ്ച പ്രതിഷേധ കൺവെൻഷൻ നടക്കും. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ഭരണ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാകുന്നു. ജനങ്ങൾക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ വിവിധയിടങ്ങളിൽ പന്തം കൊളുത്തി പ്രകടനം നടന്നു. ഗുരുവായൂർ ഏകാദശി ആന എഴുന്നള്ളിപ്പ് ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് നടത്താൻ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി യോഗത്തിൽ തീരുമാനം. ഏകാദശി ദിവസം ഉദയാസ്തമന പൂജ മാറ്റിയ ദേവസ്വം ഭരണസമിതിയുടെ തീരുമാനത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച് ഹൈക്കോടതി. കൊടുങ്ങല്ലൂരിൽ SIക്ക് നേരെ കയ്യേറ്റം. പ്രിൻസിപ്പൽ SI സാലിമിന് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. 3 പേർ കസ്റ്റഡി. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ഈസ്റ്റ് ഉപജില്ല 924 പോയിന്റുമായി ഓവറോൾ ചാമ്പ്യന്മാരായി. 896 പോയിന്റുമായി ഇരിങ്ങാലക്കുട ഉപജില്ല രണ്ടാം സ്ഥാനവും 890 പോയിന്റുമായി ആതിഥേയരായ കുന്നംകുളം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. സ്കൂൾ വിഭാഗത്തിൽ 270 പോയിന്റുമായി മതിലകം സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഒന്നാം സ്ഥാനം നേടി. 242 പോയിന്റുമായി തൃശൂർ സേക്രഡ് ഹാർട്ട് സ്കൂൾ രണ്ടാം സ്ഥാനവും 234 പോയിന്റുമായി പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗാനരചയിതാവ് BK ഹരിനാരായണൻ മുഖ്യാതിഥിയായി. AC മൊയ്തീൻ MLA മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ അജിതകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, കുന്നംകുളം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, AEO മൊയ്തീൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, വാർഡ് കൌൺസിലർമാർ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, വിവിധ സംഘാടക സമിതി ചെയർമാൻമാർ, കൺവീനർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ സംരക്ഷിക്കാൻ ആറാട്ടുപുഴയിൽ ക്ഷേത്രനടയിൽ പ്രതീകാത്മക പൂരം നടന്നു. ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ് നടക്കുന്ന ക്ഷേത്രമറ്റത്ത് 15 ആനകളുടെ ചമയം, കൈപ്പന്തം, പഞ്ചാരിമേളം എന്നിവ നിരത്തിയായിരുന്നു പൂരം. പഞ്ചാരിമേളത്തിന് പെരുവനം കുട്ടന്മാരാർ പ്രാമാണികനായി. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് C സുധാകരൻ, വൈസ് പ്രസിഡന്റ് K വിശ്വനാഥൻ, സെക്രട്ടറി K രഘുനന്ദനൻ, ജോയിന്റ് സെക്രട്ടറി രവി ചക്കോത്ത്, ട്രഷറർ KK വേണുഗോപാൽ എന്നിവർ നേതൃത്വം നൽകി. നിലവിലെ വ്യവസ്ഥകൾ പാലിച്ച് ആറാട്ടുപുഴ പൂരം ഉൾപ്പെടെയുള്ള പൂരങ്ങളും അനുഷ്ഠാനങ്ങളും ചടങ്ങുകളും പരമ്പരാഗത രീതിയിൽ നടത്താൻ പറ്റാത്ത സാഹചര്യമാണുള്ളതെന്ന് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഉത്സവങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കുക, വെടിക്കെട്ട് ചട്ടങ്ങൾ ലഘൂകരിക്കുക, ആന എഴുന്നള്ളിപ്പ് സുഗമമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഉത്രാളിപ്പൂരം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. പാരമ്പര്യമായി നടത്തിപ്പോരുന്ന ഉത്രാളിക്കാവ് പൂരത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരുത്തുന്ന നീക്കങ്ങൾക്കെതിരെയായിരുന്നു പ്രതിഷേധം. കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ഉത്സവം ആഘോഷിക്കുന്നതിൽ തെറ്റില്ലെന്നും പാരമ്പര്യങ്ങളിൽ അനാവശ്യമായ ഇടപെടലുകൾ അനുവദിക്കാനാവില്ലെന്നും പ്രതിഷേധക്കാർ വ്യക്തമാക്കി. ഉത്രാളിക്കാവ് പൂരം നാടിന്റെ അഭിമാനമാണെന്നും അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും സംഗമത്തിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി. സേവ്യർ ചുറ്റിരപ്പള്ളി MLA പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. പൂരം ചീഫ് കോർഡിനേറ്റർ തുളസി കണ്ണൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, തിരുവമ്പാടി ദേവസ്വം ആക്ടിംഗ് പ്രസിഡന്റ് പ്രശാന്ത് മേനോൻ, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ബാലഗോപാൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തൃശൂരിൽ ഞായറാഴ്ച പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൺവെൻഷൻ നടക്കും. വിയൂർ മണലാർകാവ് ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ദേവസ്വം പ്രസിഡന്റ് PN രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സംഗമം തിരുവമ്പാടി സെക്രട്ടറി ഗിരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി കൃഷ്ണകിഷോർ, കൌൺസിലർ NA ഗോപകുമാർ, PP മോഹനൻ, MC മനോജ് കുമാർ, ബൈജു താഴേക്കാട് എന്നിവർ സംസാരിച്ചു.
വൈദ്യുതി ചാർജ് വർധനവ് മാത്രമല്ല ജനങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്ന ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലെന്നാണ് AITUC-യുടെ നിലപാടെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ പറഞ്ഞു. തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു വകുപ്പ് ഇത്തരത്തിൽ തീരുമാനമെടുത്താൽ മറ്റു വകുപ്പുകളും ഇതേ പാത പിന്തുടരും. വൈദ്യുതി വിതരണ മേഖലയിൽ സ്വകാര്യ കുത്തക കമ്പനികളുടെ കടന്നുകയറ്റം അനുവദിക്കില്ലെന്നും KP രാജേന്ദ്രൻ പറഞ്ഞു. സീപ്ലെയിൻ സർവീസ് മത്സ്യത്തൊഴിലാളികൾ ഉപജീവനം നടത്തുന്ന മേഖലകളിൽ പാടില്ലെന്നാണ് AITUC-യുടെ നിലപാടെന്ന് സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് പറഞ്ഞു. UDF സർക്കാരിന്റെ കാലത്തും ഇന്നും അതേ നിലപാട് തന്നെയാണ് യൂണിയനുള്ളതെന്നും ടൂറിസത്തിന്റെ ഭാഗമായ ഡാമുകളും എയർപോർട്ടുകളും കേന്ദ്രീകരിച്ച് സർവീസ് നടത്താവുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. വൈദ്യുതി നിരക്ക് കുത്തനെ കൂട്ടിയ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് MU മുത്തു പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോണി അരിമ്പൂർ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ ഭാസ്കരൻ, K മാധവൻ, ബേബി പാലോലിക്കൽ, സുമേഷ് മുല്ലക്കര, CA ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വിൽവട്ടം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വിയൂർ KSEB ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് നിഖിൽ സതീശൻ അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പന്തംകൊളുത്തി പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് K രാമചന്ദ്രൻ നേതൃത്വം നൽകി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, KK അശോകൻ, CK ഭരതൻ, M സുജിത് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി അനുസരിച്ച് ഏകാദശിയോടനുബന്ധിച്ചുള്ള എഴുന്നള്ളിപ്പുകൾ, ക്ഷേത്രത്തിനുള്ളിലെ എഴുന്നള്ളിപ്പ്, കേശവൻ അനുസ്മരണം എന്നിവ നടത്താൻ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി യോഗം തീരുമാനിച്ചു. ആനകൾ തമ്മിലുള്ള അകലം, ആനകളും ആൾക്കാരും തമ്മിലുള്ള അകലം, ആനയും തീപ്പന്തങ്ങളും തമ്മിലുള്ള അകലം എന്നിവയിൽ കോടതി നിർദ്ദേശപ്രകാരമുള്ള നിബന്ധനകൾ പാലിക്കും. ശീവേലിക്കുള്ളതുപോലെ കാഴ്ച ശീവേലിക്കും ഒരു ആനയെ മാത്രമായി പരിമിതപ്പെടുത്തും. ദശമിദിനത്തിൽ നടക്കുന്ന ഗജരാജൻ ഗുരുവായൂർ കേശവൻ അനുസ്മരണത്തിന് തിരുവങ്കടത്തു നിന്നും നിശ്ചിത അകലം പാലിച്ച് 5 ആനകളെ മാത്രം പങ്കെടുപ്പിക്കും. ഏകാദശി ദിവസത്തെ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പ് രാവിലെ 6:30 പുറപ്പെടും. ഒരു ആനയാകും എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കുക. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ക്ഷേത്രത്തിലെ ശീവേലി വിളക്ക് എഴുന്നള്ളിപ്പിന് ഒരു ആനയെ മാത്രം പങ്കെടുപ്പിച്ചാൽ മതിയെന്നും യോഗം തീരുമാനിച്ചു. ഗുരുവായൂർ ഏകാദശി ദിവസം ഉദയാസ്തമന പൂജ മാറ്റിയ ദേവസ്വം ഭരണസമിതിയുടെ തീരുമാനത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച് ഹൈക്കോടതി. ഉദയാസ്തമന പൂജ നിത്യപൂജയുടെ ഭാഗമല്ലെന്നും വഴിപാട് മാത്രമാണെന്നും ദേവസ്വം ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തിൽ ഗുരുവായൂർ ക്ഷേത്രം തന്ത്രിയുടെ തീരുമാനം അന്തിമമാണെന്നും കോടതി വിലയിരുത്തി. ഏകാദശി ദിവസം കൂടുതൽ പേർക്ക് ദർശന സൗകര്യം ഉറപ്പാക്കുന്നതിനാണ് ഉദയാസ്തമന പൂജ വേണ്ടെന്ന തീരുമാനമെടുത്തതെന്ന് ദേവസ്വം ഭരണസമിതി ചൂണ്ടിക്കാട്ടി. ഭരണസമിതി തീരുമാനം ഹർജിക്കാർ ചോദ്യം ചെയ്തിട്ടില്ലെന്നും കോടതി പറഞ്ഞു. സർക്കാരിന് വേണ്ടി സീനിയർ ഗവൺമെന്റ് പ്ലീഡർ P രാജ്മോഹനും ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിക്ക് വേണ്ടി സ്റ്റാൻഡിംഗ് കൌൺസിൽ TK വിപിൻ ദാസും ക്ഷേത്രം തന്ത്രിക്ക് വേണ്ടി അഡ്വക്കേറ്റ് T കൃഷ്ണൻ ഉണ്ണിയും കോടതിയിൽ ഹാജരായി. കൊടുങ്ങല്ലൂരിൽ SIയെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ 3 പേർ കസ്റ്റഡിയിൽ. കൊടുങ്ങല്ലൂർ സ്വദേശികളായ കുന്നത്തുപടി വീട്ടിൽ റഷീദിന്റെ മകൻ തനൂഫ്, കോറശ്ശേരി വൈശാഖ് എന്നിവരെയാണ് കോടതി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. പ്രിൻസിപ്പൽ SI സാലിമിന് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. മേത്തല കടുക്കച്ചുവട്ടിൽ ബൈക്ക് യാത്രക്കാരനുമായി വാക്കേറ്റമുണ്ടാക്കിയ തൌഫീഖിനെയും വൈശാഖിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ലഹരിയിലായിരുന്ന ഇവർ സംഭവ സ്ഥലത്ത് വെച്ച് പോലീസിനെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. പിന്നീട് ഇരുവരെയും പരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ച സമയത്താണ് SIക്കെതിരെ വീണ്ടും കയ്യേറ്റമുണ്ടായത്. മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറിഞ്ഞ് എത്തിയ റഷീദും SIയെ കയ്യേറ്റം ചെയ്തു. സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലും പശ്ചാത്തല വികസന മേഖലയിൽ സംസ്ഥാനത്ത് വലിയ മുന്നേറ്റമാണ് നടക്കുന്നതെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ചാലക്കുടി ചിറങ്ങര റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദേശീയപാത 66 6 വരിയാക്കി നവീകരിക്കുന്ന പദ്ധതി അടുത്ത വർഷം ഡിസംബറിൽ പൂർത്തിയാകും. ഒരു സംസ്ഥാനം റോഡ് വികസനത്തിൽ ഇത്രയും ബൃഹത്തായ പദ്ധതി ഏറ്റെടുത്ത് നടപ്പാക്കുന്നത് ഇന്ത്യയിൽ ആദ്യമാണെന്നും മന്ത്രി പറഞ്ഞു. 60 റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിന് സർക്കാർ 2008 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ക്രോസ് രഹിത പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബി ഫണ്ട് മുഖേന സംസ്ഥാനത്ത് നിർമ്മിക്കുന്ന 9 മേൽപ്പാലങ്ങളിൽ ഒന്നാണ് ചിറങ്ങരയിലേത്. ചാലക്കുടിയും അതിരപ്പള്ളി മേഖലയും ബന്ധിപ്പിച്ചുള്ള വിനോദസഞ്ചാരത്തിന് കൂടുതൽ ഊന്നൽ നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. സനീഷ് കുമാർ ജോസഫ് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബെന്നി ബെഹനാൻ MP, RBDC മാനേജിംഗ് ഡയറക്ടർ S സുഹാസ്, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരമഠത്തിൽ, കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു.
അധ്യാപകർക്ക് അർഹമായ നിയമനം നൽകാത്തത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. എയ്ഡഡ് സ്കൂൾ സ്ഥിര നിയമന നിരോധന ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ എയ്ഡഡ് മേഖലയിലെ 16,000-ഓളം അധ്യാപകരെ ദിവസവേതനക്കാരായി മാറ്റുവാനുള്ള സർക്കാർ ഉത്തരവ് തികഞ്ഞ മനുഷ്യാവകാശ ലംഘനവും പ്രതിഷേധാത്മകവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് എയ്ഡഡ് മേഖലയിൽ സർക്കാർ നിർദ്ദേശിക്കുന്ന തോതിൽ ഭിന്നശേഷി സംവരണം നടപ്പാക്കാൻ തയ്യാറാണെന്ന് സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂൾ മാനേജർമാർ സർക്കാരിനെ നേരത്തെ അറിയിച്ചതാണെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. കത്തോലിക്ക സഭയെ ചൊറിയുന്ന പ്രവണത സർക്കാരുകൾക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നും ധർണയിൽ അഭിസംബോധന ചെയ്ത് സംസാരിച്ച മാർ ടോണി നീലങ്കാവിൽ പറഞ്ഞു. ഭിന്നശേഷിക്കാരെ ഏറ്റവും കൂടുതൽ കരുതലോടെ ശുശ്രൂഷിക്കുന്നവരാണ് ക്രൈസ്തവ സഭ. സർക്കാരിന് വേണമെങ്കിൽ ഇതിന്റെ കണക്കെടുക്കാമെന്നും മാർ ടോണി നീലങ്കാവിൽ പറഞ്ഞു. കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ നടന്ന ധർണയിൽ ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന പ്രസിഡന്റ് ടോം, ജനറൽ സെക്രട്ടറി ബിജു, അതിരൂപത പ്രസിഡന്റ് AD സാജു, പാസ്റ്റർ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി അകമലയിലെ കാട്ടാനശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ ആനകളെ തുരത്താൻ കാട്ടിലേക്ക് കയറി വനംവകുപ്പ്. 42 വനംവകുപ്പ് ഉദ്യോഗസ്ഥർ 4 സംഘങ്ങളായാണ് ഉൾവനങ്ങളിൽ നിന്ന് ആനകളെ തുരത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മച്ചാട്, വടക്കാഞ്ചേരി, മാന്നാമംഗലം, പട്ടിക്കാട്, മായന്നൂർ എന്നീ സ്റ്റേഷനുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് തിരച്ചിൽ നടത്തുന്നത്. ആനകളെ ഉൾവനങ്ങളിലേക്ക് തുരത്തുന്നതിന് പുറമെ വനാതിർത്തികളിൽ ട്രഞ്ച് കുഴിക്കുന്നത് ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയാൻ സഹായകമാകുമെന്ന് വടക്കാഞ്ചേരി റേഞ്ച് ഓഫീസർ B. അശോക് രാജ് പറഞ്ഞു. റെയിൽവേ ട്രാക്കിലേക്ക് ആനകൾ കയറാനുള്ള സാധ്യത തടയാനായി വാച്ചർമാരെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. മഴക്കാലമായതിനാൽ മരങ്ങളിൽ ധാരാളം ഇലകൾ ഉള്ളതുമൂലം ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിൽ പ്രാവർത്തികമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് ഒന്ന് ഇതിന്റെ കൃത്യമായ ട്രാക്ക് ഐഡന്റിഫൈ ചെയ്യുക. ട്രാക്കിനെ നമ്മൾ ഇന്റർഫിയർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. അതുകൊണ്ടാണ് കാടിനകത്തേക്ക് കടന്നുകൊണ്ടുള്ള ഒരു നിരീക്ഷണവും കൂടി കാണാറുണ്ട്. ഇതുവരെ ബൗണ്ടറികൾ മാത്രമാണ് കൂടുതലായി ശ്രദ്ധിച്ചത്. ഇത്തവണ ഇന്റീരിയർ ഏരിയ നിലവിൽ ഒരു ടീം 8 കിലോമീറ്ററിൽ അധികം ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞു. DFO രവികുമാർ മീണ, മച്ചാട് റേഞ്ച് ഓഫീസർ R. ആനന്ദ്, പ്രൊബേഷണറി റേഞ്ച് ഓഫീസർമാരായ ലുധീഷ്, സൗമ്യ, ഷിനു S. മുഹമ്മദ്, വാഴാനി ഡെപ്യൂട്ടി റേഞ്ചർ P. വിനോദ്, ഫോറസ്റ്റ് വെറ്ററിനറി സർജൻ മിഥുൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആനകളെ തുരത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ആനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയാനായി സൗരോർജ്ജ തൂക്കുവേലികൾ സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. TCV ന്യൂസ്, വടക്കാഞ്ചേരി. ഇനി റവന്യൂ ജില്ലാ കലോത്സവ വാർത്തകളിലേക്ക്. കുന്നംകുളത്ത് നടന്ന തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ സമഗ്ര കവറേജിന് TCVക്ക് ആദരം. ടൗൺ ഹാളിൽ നടന്ന സമാപന ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ കൂടിയായ കുന്നംകുളം MLA C. മൊയ്തീന്റെ സാന്നിധ്യത്തിൽ കയ്പമംഗലം MLA E.T. ടൈസൺ മാസ്റ്ററിൽ നിന്ന് TCV MD PM നാസർ, ഡയറക്ടർ മണി ആറാട്ടുപുഴ എന്നിവർ ചേർന്ന് മെമന്റോ ഏറ്റുവാങ്ങി. വഞ്ചിപ്പാട്ട് മത്സരം കലോത്സവത്തിന്റെ സമാപന നാളിൽ ആവേശമായി. ഭക്തിയും ആവേശവും കാണികൾക്ക് പകർന്നു നൽകി വഞ്ചിപ്പാട്ട് മത്സരം. ബദനി കോൺവെന്റ് ഗേൾസ് സ്കൂളിലെ 10ാം നമ്പർ വേദിയിൽ നടന്ന മത്സരം വള്ളംകളിയുടെ പ്രതീതി സൃഷ്ടിച്ചു. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് വഞ്ചിപ്പാട്ട് മത്സരം നടന്നത്. പങ്കെടുത്ത ഭൂരിഭാഗം ടീമുകളും അവതരണ മികവ് കൊണ്ട് ശ്രദ്ധ നേടി. ആറന്മുള, കുട്ടനാടൻ എന്നീ 2 ശൈലികളിലാണ് വഞ്ചിപ്പാട്ട് മത്സരം നടന്നത്. കുട്ടനാടൻ ശൈലി ഇടിത്താളവും ആറന്മുള ശൈലി ഭക്തിസാന്ദ്രവുമാണ്. 2 ശൈലികളിലെയും പാട്ട് നദോന്നത വൃത്തത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഭൂരിഭാഗം ടീമുകളും ആറന്മുള ശൈലിയിലാണ് അവതരിപ്പിച്ചത്. കുചേലവൃത്തം, ഭീഷ്മപർവം, ബാണയുദ്ധം, രാമായണം തുടങ്ങി പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും കഥാസന്ദർഭങ്ങളാണ് വഞ്ചിപ്പാട്ടിൽ അവതരിപ്പിക്കുന്നത്. പാട്ടിൻ്റെ ശ്രുതി, ലയം, താളം, അക്ഷരശുദ്ധി, വായ്ത്താരി എന്നിവയാണ് മത്സരത്തിലെ പ്രധാന ഘടകങ്ങൾ. ഹൈസ്കൂൾ വിഭാഗം മത്സരത്തിൽ കുന്നംകുളം ബദനി കോൺവെന്റ് സ്കൂളാണ് 1ാം സ്ഥാനം നേടിയത്. ആദ്യമായാണ് ബദനി സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടുന്നത്. ആലപ്പുഴ സ്വദേശികളായ ജിഷ്ണു, അനന്തു എന്നിവരാണ് പരിശീലകർ. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളാണ് 1ാം സ്ഥാനം നേടിയത്. ആദ്യമായാണ് അന്നനാട് സ്കൂൾ സംസ്ഥാന തലത്തിലേക്ക് ഈ വിഭാഗത്തിൽ യോഗ്യത നേടിയത്. ചാലക്കുടി സ്വദേശി വിനയനാണ് പരിശീലകൻ. കേരളത്തിന്റെ അഭിമാന കലാരൂപമാണ് കഥകളി. കലോത്സവത്തിൽ പങ്കെടുക്കാൻ മത്സരാർത്ഥികൾ കുറവായിരുന്നു.
കേരളത്തിൻ്റെ തനത് ദൃശ്യകലാരൂപമായ കഥകളി അരങ്ങേറിയ കലോത്സവ വേദിയിലെ കാഴ്ചയാണിത്. കാണികൾ തീരെ കുറവ്. കാലിയായ കസേരകൾക്ക് മുന്നിൽ നിന്ന് കഥകളി അവതരിപ്പിക്കേണ്ട അവസ്ഥയിലായിരുന്നു മത്സരാർത്ഥികൾ. കൂടാതെ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കാൻ മത്സരാർത്ഥികളുടെ എണ്ണത്തിലും ഗണ്യമായ കുറവായിരുന്നു. ഹൈസ്കൂൾ വിഭാഗം കഥകളി സിംഗിൾ മത്സരത്തിൽ 2 പെൺകുട്ടികളും ഹയർ സെക്കൻഡറി വിഭാഗം കഥകളി സിംഗിൾ മത്സരത്തിൽ 3 പെൺകുട്ടികളും മാത്രമായിരുന്നു മത്സര രംഗത്തുണ്ടായിരുന്നത്. കഥകളി ഗ്രൂപ്പ് മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ പങ്കെടുത്തത് 1 ടീം മാത്രം. ഹയർ സെക്കൻഡറി വിഭാഗം ഗ്രൂപ്പ് മത്സരത്തിലാകട്ടെ പേരിന് പോലും ഒരു ടീമും മത്സരത്തിനുണ്ടായില്ല. പെൺകുട്ടികൾ കഥകളി വേദി കൈയടക്കിയപ്പോൾ മാറ്റുരയ്ക്കാൻ ആൺ മത്സരാർത്ഥികളും ഉണ്ടായിരുന്നില്ല. കഥകളി പഠിക്കാൻ ആളുകൾ കുറവായതുകൊണ്ടും വേഷവിധാനങ്ങൾ അടക്കമുള്ള വൻ സാമ്പത്തിക ചിലവ് മൂലവും മത്സരാർത്ഥികൾ കഥകളി വേദിയിൽ നിന്ന് പിന്മാറുന്നതായി ഈ രംഗത്തുള്ളവർ പറയുന്നു. കണ്ടില്ലേ, ഏറെയും കാലിയായ കസേരകൾക്ക് മുന്നിൽ നിന്ന് കഥകളി അവതരിപ്പിക്കേണ്ട ഗതികേടിലായിരുന്നു കഥകളി മത്സരാർത്ഥികൾ. അതുകൊണ്ട് തന്നെ കഥകളി വേദിയിൽ അവഗണനയുടെ കേളികൊട്ട് എന്നു തന്നെ പറയേണ്ടി വരും. കൂടാതെ മത്സരിക്കാനോ മത്സരാർത്ഥികളുടെ എണ്ണത്തിലും ഗണ്യമായ കുറവായിരുന്നു. ക്യാമറമാൻ സമദിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TC ന്യൂസ്. ഹൈസ്കൂൾ വിഭാഗം മിമിക്രിയിൽ മികവറിയിച്ച സ്നേഹയ്ക്ക് 1ാം സമ്മാനം. പേരാമംഗലം ശ്രീ ദുർഗാവിലാസം സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് KS സ്നേഹ. കൈപ്പറമ്പ് സ്വദേശി ഷാജിഷ് ശ്രീവിദ്യ ദമ്പതികളുടെ മൂത്ത മകൾ. തുടർച്ചയായി 3ാം തവണയാണ് സ്നേഹ തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മിമിക്രിയിൽ 1ാം സ്ഥാനം നേടുന്നത്. കഴിഞ്ഞ 2 തവണയും സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടിയിരുന്നു. പരിശീലകരില്ലാതെയാണ് ഈ നേട്ടം കൈവരിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് യൂട്യൂബ് വീഡിയോയിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ട് സ്നേഹ മത്സരത്തിനിറങ്ങുന്നത്. ആസ്വാദകർ സ്വീകരിച്ചതോടെ സ്നേഹ അനുകരണ കലയിൽ മികവ് കാട്ടി. ബീറ്റ് ബോക്സിന് പുറമെ 5 വ്യത്യസ്ത ശബ്ദങ്ങളാണ് സ്നേഹയുടെ മാസ്റ്റർ പീസ്. യൂട്യൂബിൽ നിന്ന് കണ്ടെത്തിയ ശബ്ദങ്ങൾ ചിട്ടപ്പെടുത്തിയതും സ്നേഹ തന്നെയാണ്. രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും അകമഴിഞ്ഞ പ്രോത്സാഹനമാണ് വിജയത്തിന് പിന്നിലെന്ന് സ്നേഹ പറയുന്നു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ടാണ് മിമിക്രിയിൽ ചേർന്നത്. ബീറ്റ് ബോക്സ് എന്ന് പറയുന്നത് പുതിയ റൈറ്റ് ആണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് പഠിക്കുന്നത്. ഗുരു ഇല്ലാണ്ടാണ് പഠിക്കുന്നത്, സ്വയം തന്നെയാണ് പഠിക്കുന്നത്. യൂട്യൂബിൽ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അമ്മയും ടീച്ചർമാരെല്ലാം സപ്പോർട്ട് ഉണ്ട്. കഴിഞ്ഞ 2 വർഷവും സ്റ്റേറ്റിൽ A ഗ്രേഡ് കിട്ടിയിരുന്നു. ഈ വർഷം എനിക്ക് സ്റ്റേറ്റിൽ പോകണം. അമ്മയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉള്ളത്. സംസ്ഥാന കലോത്സവത്തിൽ കഴിഞ്ഞ 2 തവണയും നേടിയ വിജയം ഇത്തവണയും ആവർത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ കൊച്ചുമിടുക്കി. കലോത്സവത്തിൽ വാദ്യ മത്സരവേദിയിൽ പരാതി പ്രളയം. കലോത്സവത്തിന്റെ 3ാം നാൾ രാവിലെ ചെണ്ടമേളം ആരംഭിച്ച മുതൽ തന്നെ കല്ലുകടി തുടങ്ങി. കലോത്സവത്തിനെ കാണികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാവാറുള്ള പഞ്ചവാദ്യ മത്സരത്തിന് ശുഷ്കമായ സദസ്സായിരുന്നു. പഞ്ചവാദ്യം നാദവിസ്മയം തീർക്കുമ്പോഴും വേദിയിലെ ആവേശമൊന്നും സദസ്സിൽ കണ്ടില്ല. തിമിലിയും മദ്ദളവും ഇടയ്ക്കയും ഇലത്താളവും കൊമ്പും ഒന്നിനൊന്ന് മികച്ചതായി. സമരപ്പന്തലിന്റെ മാതൃകയിലുള്ള പഞ്ചവാദ്യ മത്സരവേദി കണ്ടപ്പോൾ തന്നെ മത്സരത്തിനായി എത്തിയ കുട്ടികളുടെ പരിശീലകർ പരാതി ഉയർത്തി. കലയോടുള്ള അവഗണനയാണ് ഈ വേദിയെന്നും ഉപജില്ലാ കലോത്സവ വേദിയുടെ നിലവാരം പോലും പുലർത്തിയില്ലെന്നും വാദ്യകലാകാരൻ പാലക്കൽ അജി പറഞ്ഞു. കലാകാരന്മാരെയും മറ്റു
ആസ്വദിയെല്ലാം മോശമായിട്ടുള്ള ഇതിലേക്കാണ് സ്റ്റേജാണ്. സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ഒരു പ്രൗഢി ഉണ്ടാവില്ല. എന്നുവെച്ചാൽ ഈ വേദിക്കോ നമ്പറോ ഈ വേദിക്കോ പേരും മറ്റൊന്നും കൊടുത്തിട്ടില്ല. മോശമായ സ്റ്റേജാണ്. കലോത്സവം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രൗഢിയുള്ള സ്റ്റേജാണ് എല്ലാവരും പ്രതീക്ഷിക്കേണ്ടത്. ഇത് കലാകാരന്മാരും മറ്റുള്ളവരും തകർന്ന് കാണുന്ന സ്റ്റേജാണ്. എന്തോ സമരത്തിനും മറ്റോ ഉള്ളൊരു പന്തൽ കിട്ടിയ തുല്യമായിട്ടുള്ള സ്റ്റേജാണ്. ഹൈസ്കൂൾ വിഭാഗത്തിൽ 2 ടീമുകളാണ് മത്സരത്തിന് ഉണ്ടായിരുന്നത്. ഇരു ടീമും എ ഗ്രേഡ് കരസ്ഥമാക്കി. ഇരിങ്ങാലക്കുട ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാമതായി. ആദ്യമായിട്ടാണ് ഞങ്ങൾ പഞ്ചായത്തിന് വേണ്ടി ജില്ലയ്ക്ക് വരുന്നത്. ഇതിന് മുന്നേ ആദ്യമായിട്ട് ഇതിലായിട്ട് വന്നിട്ടില്ല. ഞങ്ങൾ 1.5 മാസത്തെ പരിശീലനത്തിന് ഒടുവിലാണ് ഞങ്ങൾ വന്നത്. ഫസ്റ്റ് അടിച്ചു. ഇനി അടുത്തത് സ്റ്റേറ്റിൽ പോയിട്ട് ഫസ്റ്റ് അടിക്കുമെന്നാണ് ഞങ്ങളുടെ ഒരു എല്ലാവരും വിശ്വാസം. അത് എന്തായാലും നേടുന്നതന്നെ ഉറപ്പുണ്ട്. 3 മാസം കൊണ്ടാണ് ഇവർ പരിശീലനം പൂർത്തിയാക്കി മത്സരത്തിനായി എത്തിയത്. ആദ്യമായാണ് ഈ കുട്ടികൾ പഞ്ചവാദ്യം അവതരിപ്പിക്കുന്നത്. അവിട്ടത്തൂർ രാകേഷ്, തൃക്കൂർ കുട്ടൻ, കിനൂർ വിവേക് എന്നിവരുടെ ശിക്ഷണത്തിലായിരുന്നു കുട്ടികളുടെ പരിശീലനം. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒരു ടീം മാത്രമായിരുന്നു മത്സരത്തിനുണ്ടായിരുന്നത്. നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇരിങ്ങാലക്കുട. എന്നാൽ ഈ ടീം പഞ്ചവാദ്യം അവതരിപ്പിച്ചത് ഇരുട്ടിലായിരുന്നു. യക്ഷഗാനത്തിൽ പേരിൽ മാത്രമാണ് ഗാനമുള്ളത്. നൃത്തവും അഭിനയവും സംഗീതവും ചേർന്ന യക്ഷഗാന മത്സരത്തിൽ പങ്കെടുത്തത് ഒരു ടീം മാത്രം. നൃത്തവും അഭിനയവും സംഗീതവും ചേരണം. മുദ്രയും വേഷവും താളവും ചുവടും പ്രധാനമാണ്. യക്ഷഗാനത്തിന്റെ പേരിൽ മാത്രമാണ് ഗാനമുള്ളത്. അസൽ നൃത്തരൂപമാണിത്. കാസർഗോഡാണ് യക്ഷഗാനം പിറവിയെടുത്തത്. ഭാഷ കന്നഡയും. കാസർഗോഡുള്ള മത്സരാർത്ഥികൾക്ക് യക്ഷഗാനം എളുപ്പം വഴങ്ങും. അതുപോലെയല്ല മറ്റ് ജില്ലക്കാർക്ക്. കന്നഡയിലുള്ള നെടുനീളൻ ഡയലോഗുകൾ എഴുതിയെടുത്ത് പഠിക്കണം. പഠിച്ചെടുക്കാൻ പാടാണ്. യക്ഷഗാന മത്സരത്തിൽ ഇത്തവണ ഒരേ ഒരു ടീം മാത്രമാണ് ഉണ്ടായിരുന്നത്. ബദനി സെന്റ് ജോൺസ് സ്കൂൾ ടീം. ഇനി ഇവർ സംസ്ഥാന കലോത്സവത്തിൽ ജില്ലയെ പ്രതിനിധീകരിക്കും. ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ കീഴിലുള്ള ആര്യ സെന്റർ ഫോർ ചൈൽഡ് എംപവർമെന്റിന്റെ നേതൃത്വത്തിൽ തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. ഭിന്നശേഷിക്കാരിൽ നേതൃത്വ പാടവ വികസനം എന്ന ബോധവൽക്കരണ ക്യാമ്പയിന്റെ സമാപനത്തോടനുബന്ധിച്ചായിരുന്നു ആര്യ സെന്റർ ഫോർ ചൈൽഡ് എംപവർമെന്റിന്റെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത്. ഇവർക്ക് ആർക്കും വയ്യ അല്ലേ? ഇവരും നമ്മളെ പേരായിരുന്നെങ്കിൽ എന്ത് രസമായിരിക്കും. പ്രശസ്ത ശിശുരോഗ വിദഗ്ധരും ആര്യ സെന്റർ ഫോർ ചൈൽഡ് എംപവർമെന്റ് മെഡിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ സിജു രവീന്ദ്രനാഥിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാതാപിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു.
തൃശൂർ ആര്യ ഐ കെയർ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കെ.ബി. മിനുദത്ത് ബോധവൽക്കരണ ക്യാമ്പിന്റെ സന്ദേശം നൽകി. ക്യാമ്പയിനിൽ ആര്യ ഐ കെയർ ഓപ്പറേഷൻ മാനേജർ ബിജേഷ് നാഥൻ, മാർക്കറ്റിംഗ് മാനേജർ സുനീഷ് ചന്ദ്രൻ, ചേർപ്പ് ബ്രാഞ്ച് മാനേജർ ജിഷാദ്, സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് ടി ഷാരോൺ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ഈസ്റ്റ് ഉപജില്ല 934 പോയിന്റുമായി ഓവറോൾ ചാമ്പ്യന്മാരായി. 906 പോയിന്റുമായി ഇരിങ്ങാലക്കുട ഉപജില്ല 2ാം സ്ഥാനത്ത്. കലോത്സവത്തിന്റെ സമ്മാനദാന വേദിയിലേക്ക്. മുപ്പത്തിയഞ്ചാമത് തൃശൂർ റവന്യൂ കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ വേദിയിൽ പങ്കെടുത്തവർക്കുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി തൃശൂർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ശ്രീമതി അജിത കുമാരി സമ്മേളനത്തിന്റെ നന്ദി പ്രകടനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ തിരശീല വീണിരിക്കുകയാണ്. തൃശൂർ ഈസ്റ്റ് ഉപജില്ല സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ടിരിക്കുന്നു. നമുക്കറിയാം സംസ്ഥാന കലോത്സവം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാനത്ത് ഒരു ജില്ലാ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നൽകുന്ന ഏക ജില്ല തൃശൂരാണ്. ആ തൃശൂർ ജില്ലയുടെ 17 ഗ്രാം തൂക്കമുള്ള സ്വർണ്ണക്കപ്പിന് ഇത്തവണ അർഹരായിരിക്കുന്നത് തൃശൂർ ഈസ്റ്റ് ഉപജില്ലയാണ്. ഈസ്റ്റ് ഉപജില്ല ഇപ്പോൾ ആ സ്വർണ്ണക്കപ്പുമായി നമുക്ക് പിന്നിൽ കാണുന്ന വേദിയിലവർ ഉണ്ട്. എന്തായാലും സമാപന ചടങ്ങ് നന്ദി പ്രകാശനത്തിലേക്ക് നീങ്ങുകയാണ്. എന്തായാലും നമുക്ക് അവരുടെ ഒരു ആഘോഷത്തിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും സ്വർണ്ണക്കപ്പ് ജേതാക്കൾ ഇവിടെയുണ്ട്, അവരിലേക്ക് എത്തേണ്ടതുണ്ട്. ആ ടീമുകളൊക്കെ തന്നെയും വേദിയിൽ നേടിക്കഴിഞ്ഞതിന് ശേഷം മറ്റു വകുപ്പുകളും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഒരു നന്ദി പ്രകടനത്തിന്റെ ഇതുകൊണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ഒരു സ്വർണ്ണ കപ്പാണ് വിജയികൾക്ക് സമ്മാനിച്ചിരിക്കുന്നത്. തൃശൂർ ഈസ്റ്റ് ഉപജില്ലയാണ് ഈ ഒരു സ്വർണ്ണക്കപ്പിന് അർഹരായിട്ടുള്ളത്. 934 പോയിന്റോട് കൂടിയാണ് ഇത്തവണ തൃശൂർ ഈസ്റ്റ് ഉപജില്ല കുന്നംകുളം ആതിഥ്യമരുളിയ തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായത്. അവർക്കുള്ള സ്വർണ്ണക്കപ്പും ഇപ്പോൾ സമ്മാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ മാതൃകയാണ് ഇവർക്ക് സ്കൂളുകൾക്ക് കൊടുത്തുവിടുന്നത്. കാരണം സ്വർണം പൊതിഞ്ഞിട്ടുള്ള കപ്പ് മാതൃക മാത്രമാണ്. ഇവിടെ വേദിയിൽ സമ്മാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മാതൃകയാണ് നൽകുന്നത്. എന്തായാലും വലിയ ആഘോഷമാണ് ഇപ്പോൾ ജില്ലാ കലോത്സവത്തിന്റെ സമാപന ദിനത്തിൽ നടന്നത്. ടീം ഏറെ വൈകിയാണ് സമാപന സമ്മേളനം നടന്നത് എന്നതുകൊണ്ട് തന്നെ ടീമുകളൊക്കെ തന്നെയും അതിന്റെ ട്രോഫികൾ മിക്കതിന്റെയും ട്രോഫികൾ വാങ്ങിയത് സംഘാടകർ കൂടിയാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറെ എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ഏറെ വൈകിയ സാഹചര്യത്തിൽ സമാപന സമ്മേളനത്തിന് നന്ദി പ്രകാശനവും കഴിഞ്ഞ് ഇപ്പോൾ ടീമുകൾ സ്വർണ്ണ കപ്പും അതുപോലെ തന്നെ വിജയികൾക്കുള്ള വിവിധ സമ്മാനങ്ങളും ട്രോഫികളും ഒക്കെ ഏറ്റുവാങ്ങി ഇവിടെ നിന്നും പിൻവാങ്ങുകയാണ്. എന്തായാലും 35ാമത് തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിന് കുന്നംകുളത്ത് ഇതോടെ തിരശ്ശീല വീണിരിക്കുകയാണ്.
മറ്റു വാർത്തകളിലേക്ക്. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാലയങ്ങൾ, സ്ഥാപനങ്ങൾ, അങ്കണവാടികൾ, കലാലയങ്ങൾ, അയൽക്കൂട്ടം എന്നിവയുടെ ഹരിത പദവി പ്രഖ്യാപനം തൃശൂർ ടൗൺ ഹാളിൽ മേയർ MK വർഗീസ് നിർവഹിച്ചു. ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ദിദിക പദ്ധതി വിശദീകരണം നടത്തി. 5 കോളേജുകൾക്കും 43 സ്കൂളുകൾക്കും A+ പദവിയും 23 സ്കൂളുകൾക്കും 253 അങ്കണവാടികൾക്കും A പദവിയും 27 സ്ഥാപനങ്ങളിൽ 3 എണ്ണത്തിന് A+ഉം 14 എണ്ണത്തിന് A ഗ്രേഡും നൽകി ആദരിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ രാജശ്രീ ഗോപൻ, സജിത ഷിബു, ലിബ്ന മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ വാദ്യഗുരുകുലത്തിന്റെ 15ാമത് വാർഷികാഘോഷവും ഗുരുപ്രഭ പുരസ്കാര സമർപ്പണവും റീജിയണൽ തിയേറ്ററിൽ നടന്നു. മേളരംഗത്തെ മികച്ച പ്രതിഭയ്ക്കുള്ള വാദ്യഗുരുകുലം ഗുരുപ്രഭ പുരസ്കാരം, പഞ്ചവാദ്യ രംഗത്തെ അതുല്യ പ്രതിഭ ചോറ്റാനിക്കര സുഭാഷ് നാരായണമാരാർക്ക് കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണനും തൃശൂർ വാദ്യഗുരുകുലം പ്രിൻസിപ്പൽ കല്ലൂർ രാമൻകുട്ടിമാരാരും ചേർന്ന് സമർപ്പിച്ചു. തൃശൂർ വാദ്യഗുരുകുലം ചെയർമാൻ ജിതിൻ കല്ലാറ്റ് അധ്യക്ഷത വഹിച്ചു. ആഘോഷ സമിതി കൺവീനർ അമ്പലപ്പുഴ വിജയകുമാർ, കേരള ക്ഷേത്ര വാദ്യകല അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ, പൂരപ്രേമി സംഘം ജില്ലാ കൺവീനറും കലാനിരൂപകരുമായ വിനോദ് കണ്ടയംകാവിൽ, തൃശൂർ വാദ്യഗുരുകുലം വൈസ് പ്രസിഡന്റ് പനമണ്ണ ശശി തുടങ്ങിയവർ സംസാരിച്ചു. മേളപ്രമാണി തിരുവല്ല രാധാകൃഷ്ണൻ, ഇലത്താളം പ്രമാണി പാഞ്ഞാൾ വേലുക്കുട്ടി, ഇടക്ക കലാകാരൻ തൃശൂർ കൃഷ്ണകുമാർ, കളമെഴുത്ത് കലാകാരൻ കാട്ടകമ്പാൽ മണികണ്ഠക്കുറുപ്പ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഇനി സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7100 രൂപ, പവന് 56,800 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3222 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ഈസ്റ്റ് ഉപജില്ല 934 പോയിന്റുമായി ഓവറോൾ ചാമ്പ്യന്മാരായി. 906 പോയിന്റുമായി ഇരിങ്ങാലക്കുട ഉപജില്ല 2ാം സ്ഥാനത്ത്. വഞ്ചിപ്പാട്ട് വിധി നിർണയത്തെ ചൊല്ലി മത്സരാർത്ഥികൾ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് ഉപരോധിച്ചു. ഹൈക്കോടതി നിർദ്ദേശിച്ച ആനയെഴുന്നള്ളിപ്പ് മാനദണ്ഡങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി വിവിധ ക്ഷേത്രങ്ങളും ഉത്സവ കമ്മിറ്റികളും. ആറാട്ടുപുഴയിൽ പ്രതീകാത്മക പൂരം നടത്തി ക്ഷേത്ര ഉപദേശക സമിതിയുടെ പ്രതിഷേധം. ഉത്രാളിക്കാവ് പൂരം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടന്നു. തൃശൂരിൽ ഞായറാഴ്ച പ്രതിഷേധ കൺവെൻഷൻ നടക്കും. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ഭരണ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാകുന്നു. ജനങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്ന ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ വിവിധയിടങ്ങളിൽ പന്തം കൊളുത്തി പ്രകടനം നടന്നു. ഗുരുവായൂർ ഏകാദശി ആന എഴുന്നള്ളിപ്പ് ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് നടത്താൻ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി യോഗത്തിൽ തീരുമാനം. ഏകാദശി ദിവസം ഉദയാസ്തമന പൂജ മാറ്റിയ ദേവസ്വം ഭരണസമിതിയുടെ തീരുമാനത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച് ഹൈക്കോടതി. കൊടുങ്ങല്ലൂരിൽ SIക്ക് നേരെ കയ്യേറ്റം. പ്രിൻസിപ്പൽ SI സാലിമിന് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. 3 പേർ കസ്റ്റഡി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.